ഒരു വീഡിയോ കുറച്ച് നാളായില്ലേ. അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി ഞാൻ ചെയ്ത്. ഞാൻ എപ്പോഴും വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇപ്പം കുറച്ച് ആളായിട്ടിരുന്നത്. അന്നേരം ഇൻട്രോ ഒക്കെ സ്റ്റാർട്ടിങ് അതിലൂടെ തന്നെ തരുവാണ്, അല്ലാതെ ഞാൻ ഒരു ഇൻട്രോ എടുത്തിട്ടൊക്കെ ഒത്തിരി നാളായി. സോ ഞാൻ ഓർത്തു നമ്മുടെ ഡയറ്റിന്റെ 1 ഡേ കാണിക്കുമ്പം നിങ്ങൾക്ക് ഇതുകൂടെ ഒന്ന് കാണിച്ചു തന്നാൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാൻ ഓർത്ത 1 വീക്ക് കാണിക്കാമെന്ന് ഓർത്തു. അപ്പൊ ഞാൻ 1 വീക്ക് ഞാൻ സെയിം തിങ് തന്നെയാണ് 1 വീക്ക് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല. പിന്നെ എന്തിനാ 1 വീക്ക് തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഓർത്തു. സോ ഐ തോട്ട് 1 ഡേ തന്നെ എടുക്കാമെന്ന് ഓർത്തു. അപ്പൊ ഈ 1 ഡേയില് ഞാൻ കീറ്റോ അല്ല, ഒന്നുകൂടെ പറയാൻ, കീറ്റോ അല്ല, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 1 മന്ത് ആയിട്ട് ഇപ്പം ഒരു ഫാസ്റ്റിങ്ങും ഒരു ഡയറ്റിങ്ങും ഒരു എക്സസൈസും ഒന്നും ചെയ്യുന്നില്ല. സോ അതിന്റെ വെയിറ്റ് റേസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അപ്പം എന്നെ പോലെ 1 മാസം എടുത്ത് വെച്ച് അടുത്ത മാസം കളയുന്ന ഒരാളല്ല. ഒരു തുടർച്ചയായിട്ട് ഒരു 6 മന്ത്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം എടുക്കും, അടുത്ത മാസം ഒരു എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. മെയിൻലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ നല്ല അടിപൊളിയായിട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് തരുന്ന ഒരെണ്ണമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കീറ്റോയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നല്ലപോലെ പറ്റുമെങ്കിൽ കീറ്റോയും അങ്ങനെ എടുത്താൽ സൂപ്പർബാണ്. പക്ഷെ ഞാൻ വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്കത് വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പലപ്പോഴും തളർച്ച തോന്നിയിട്ടുണ്ട്. സോ ഐ തോട്ട് കീറ്റോയെക്കാളും നല്ലത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ച് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയി എടുക്കുന്നതെന്ന് വെച്ചിട്ട് പട്ടിണി ഇരിക്കാൻ ട്രൈ ചെയ്യരുത്. മാക്സിമം കഴിക്കണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ നല്ലപോലെ കഴിക്കുക തന്നെ ചെയ്യണം. ചിലവരുണ്ട്, ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആട്ടോ, രാവിലെ ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്ക് ഒരു ആപ്പിള്, ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ പോയി നിങ്ങൾ പോയി ഞാൻ എങ്ങനെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുത്തത്. ഞാൻ അതിൽ ഡേ 2 ഒരു രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എങ്ങനെയാണെന്നുള്ളത് എടുത്തിട്ടുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റും കൂടെ അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തത്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഈ സീരിയലാണ്. അപ്പം ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചാണ്. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം ഇതും യോഗോട്ടും കൂടിയാണ് കഴിക്കുന്നത്, മിൽക്ക് മിസ്റ്റിൻ്റെ യോഗോട്ടും കൂടിയാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഒത്തിരി നാൾക്ക് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൊക്കെ നമുക്ക് പെട്ടെന്ന് വിശക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ തിന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കറക്റ്റായിട്ട് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ വെള്ളവും നല്ലപോലെ കുടിക്കുന്നുണ്ട്. ഈ ഒരു കുപ്പിക്ക് ഇത് ആക്ച്വലി 500 ml ആണ്. ഈ ഒരു കുപ്പിക്ക് 4-5 കുപ്പി വെള്ളം കുടിക്കും.
ഉച്ചയ്ക്ക് ഞാൻ എരിശ്ശേരിയും മീൻകറിയാണ് കഴിക്കുന്നത്. ചോറ് അവോയ്ഡ് ചെയ്തിട്ടാണ്. കാരണം എനിക്ക് ചോറ് തിന്നുമ്പോഴേക്ക് വയറ് വെക്കുന്ന പോലെ ഫീൽ ആയിട്ടുണ്ട്. സോ ഞാൻ ചോറ് അവോയ്ഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം അന്നേരം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുക്കാനില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഫ്രൂട്ട്സ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫ്രൂട്ട്സ് അല്ല ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്, കറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ചോറുണ്ടെങ്കിൽ ചോറൊരു ലേശം ഉണ്ണാം, അതിനൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാനിവിടെ കറിയാണ് കഴിക്കുന്നത്. ഡേ 2യുടെ മോർണിംഗിൽ ഞാൻ സെയിം സീരിയലും തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫുൾ ബോയിൽഡ് എഗ്ഗും ഒരു എഗ്ഗിൻ്റെ വൈറ്റും മാത്രമായിട്ടാണ് തിന്നുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് യോഗേർട്ടിൻ്റെ ഫ്ലേവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. സോ അപ്പം നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും ഈ ഒരു ഡേ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോയെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും അല്ലെ. ഡേ 2ലെ മോർണിംഗിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ 2 ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിരുന്നത് ഇതായിരുന്നു. ഗല ക്രഞ്ചി മുസ്ലി റിയൽ ഫ്രൂട്ട്സ് ആണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ആണ്. ഹൈ ഫൈബർ, സീറോ കൊളസ്ട്രോൾ, സീറോ ട്രാൻസ് ഫാറ്റ്, ഇത്രയും ആണ് ഇതിനകത്ത് അവർ പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഇവർ യൂസ് ചെയ്യുന്നത് വീറ്റ് ഫ്ലേക്സ് ഉണ്ട്, റോൾഡ് ഓട്സ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് റേസിൻസ്, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് പൈനാപ്പിൾ, ആപ്പിൾ, പപ്പായ, ആപ്രിക്കോട്ട്, സ്ട്രോബെറി, ഹണി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ 1 kgയുടെ ഒരു പാക്ക് എനിക്ക് ആമസോണിൽ നിന്ന് 501 rupeesന് കിട്ടിയതാണ്. ശരിക്കുള്ള MRP എന്ന് പറയുന്നത് 599 ആണ്, 600 rupees ആണ്. അപ്പൊ ആമസോണിൽ ഇപ്പൊ ഇത് ഒരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് 501 rupeesന്. ഇത് പല ഫ്ലേവറിലുള്ളതുണ്ട് കേട്ടോ. കറക്റ്റ് ഡയറ്റിന്റെ ഉണ്ട്, അങ്ങനെ കുറെ സ്ട്രോബെറി ഫ്ലേവറിലുള്ളതുണ്ട്, ഇങ്ങനെ ഓരോ ഫ്ലേവറിലുള്ളതുണ്ട്. ഇപ്പൊ ഞാനിപ്പം 2 മാസം നേരത്തെയുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സെയിം സാധനം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് മേടിച്ചത്. എനിക്കൊന്ന് മാറ്റി മേടിക്കണമെന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇത് മാറ്റിയാണ് എടുത്തതെന്ന് ഓർത്തത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് സെയിം സംഭവമാണ്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് കിട്ടിയെന്നല്ല, ഞാൻ ആ സെയിം സാധനം തന്നെയാണ് ഓർഡർ കൊടുത്തത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറയാ, മിൽക്കി മിസ്റ്റിന്റെ യോഗേർട്ട് ആണ്. അപ്പം അതൊരു സ്വീറ്റ് കണ്ടന്റ് ഉള്ളതാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പിഗാമയുടെ യോഗേർട്ട് ആയിരിക്കും. എനിക്കിവിടെ കോട്ടയത്ത് എപ്പിഗാമയുടെ യോഗേർട്ട് അവൈലബിൾ അല്ല. എനിക്ക് അതൊക്കെ മിൽക്കി മിസ്റ്റിന്റെ യോഗേർട്ടാണ് അവൈലബിൾ ആയിരുന്നത്. ഞാൻ ലുലുവിൽ ഒരു തവണ എപ്പിഗാമയുടെ വാങ്ങിച്ച് ഉപയോഗിച്ചതാണ്, നൈസാണ്. പക്ഷെ എനിക്കത് 2-3 ഡേയ്സിനുള്ളതൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒത്തിരി കൊണ്ട് സ്റ്റോർ ചെയ്യാം. എനിക്കൊരു മടിയായതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചിട്ടില്ല. എപ്പിഗാമയുടെ യോഗേർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്യുക, അത് സൂപ്പർബാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മിൽക്കി മിസ്റ്റിന്റെ യോഗേർട്ടാണ്. അത് ആക്ച്വലി 1 ടൈം യൂസബിൾ, നോ പ്രോബ്ലം. അപ്പം ഇതാണ് എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം രാവിലത്തെ ഡേ 1ന്റെ പറയുന്നുണ്ട്, ഡേ 2ന്റെ പറയാം. ഡേ 2ൽ ഞാനൊരു എഗ്ഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡേ 1ൽ എനിക്ക് വിശന്നായിരുന്നു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഉച്ചയ്ക്കൊരു 11-12-11:30 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് വിശന്നു. കാരണം ഇത്രയും ദിവസം ഞാൻ ആ ഡയറ്റിലല്ല പൊക്കോണ്ടിരുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വിശന്നു. അങ്ങനെ
ഞാൻ ഓർത്തു ഒരു എഗ്ഗും കൂടെ കഴിക്കാമെന്ന് ഓർത്ത് നല്ല ഫുള്ളി ബോയിൽഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് തിന്നിട്ടുണ്ട്. ഞാൻ യെല്ലോയും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, എഗ് യോക്കും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലർക്കത് ഇഷ്ടമല്ലാത്തവരുണ്ട്, അത് അവോയ്ഡ് ചെയ്യാം. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു മുട്ടയുടെ യോക്കൊക്കെ തിന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം സെക്കൻഡ് ഡേയിൽ അങ്ങനെയായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേയുടെ ന്യൂണ് ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രൂട്ട്സ് ആണ് ആദ്യം ഓർത്ത് കഴിക്കാവുന്നത്. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക, അതായിരിക്കും നല്ലത്. ഞാൻ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് അമ്മ ഉണ്ടാക്കിയല്ലോ, ചോറിന് പകരമായിട്ട് ഞാൻ കറികളാണ് കൂടുതൽ തിന്നത്. മീൻ കറിയും ഏത്തക്ക കൊണ്ടുള്ള ഒരു കറിയുമാണ് കഴിച്ചത്. സോ എന്റെ പേര് ഞാൻ മറന്നുപോയി, അതായത് ഓർത്തത് ശരിയായിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കഴിച്ചത്. അപ്പം അത് നമ്മുടെ വയറ് നിറയുന്ന പോലെ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് നല്ലപോലെ വാട്ടർ കുടിക്കുക. അപ്പം ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കണം. അപ്പം ന്യൂൺ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നട്ട്സും ബദാമും കഴിച്ചിരുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി നട്ട്സും ബദാമുമാണ് കഴിക്കേണ്ടത്. ആക്ച്വലി ഞാൻ ബദാം കഴിച്ച് തുടങ്ങിയപ്പോഴേക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. സോ അപ്പം ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് ബദാമും നട്ട്സും എടുത്ത് കഴിക്കുക. അപ്പം നമ്മുടെ വിശപ്പൊക്കെ ഒത്തിരി അടക്കും. നമ്മളൊക്കെ മെയിൻലി ഞാൻ നേരത്തെ എനിക്ക് അങ്ങനെ വിശക്കുമ്പോഴേക്ക് ചിപ്സ് തിന്നുക, മിക്സ്ചർ തിന്നുക, ഇതൊക്കെ ബിസ്ക്കറ്റ് തിന്നുക, ഇതൊക്കെയായിരുന്നു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനും അത് നമ്മൾ ഒത്തിരി ആയിട്ട് തിന്നാതിരിക്കാനും വേണ്ടിയാണ് ഈ നട്ട്സും ബദാമും തിന്നാനായിട്ട് പറയുന്നത്. 5 നട്ട്സും 5 ബദാമും, ദാറ്റ്സ് ഓൾ. അത്രയും തിരുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ലപോലെ ഫില്ലാകും. പിന്നെ നല്ലപോലെ വെള്ളം കൂടെ കുടിക്കുമ്പോൾ ഓക്കെ ആകും. ഉച്ചയ്ക്ക് എന്നിട്ട് ഈ സെയിം സംഭവം തന്നെ കഴിച്ചു. ഡേ 2 ഉച്ചയ്ക്ക് ഇവിടെ കസിൻസ് ഉണ്ടായിരുന്നു. സോ അമ്മ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ചേച്ചി വീഡിയോ കോളിലായതുകൊണ്ട് തന്നെ എന്റെ ഫോൺ അവിടെ വീഡിയോ കോളിലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3 കഷ്ണം ഇറച്ചി എടുത്തു. അതിന്റെ കൂടുതൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ബിരിയാണിയുടെ റൈസ് എടുത്തു. ഒത്തിരി അല്ല, ഒരു സ്മോൾ ക്വാണ്ടിറ്റി എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇറച്ചിയാണ് തിന്നത്, റൈസ് കുറച്ചിട്ടുമാണ് കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്, എനിക്ക് ചോറ് കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് 100% ഉള്ളവരാണെങ്കിൽ ചോറ് കഴിക്കാം. ചോറ് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനകത്ത് ഇത് കഴിക്കല്ല അത് കഴിക്കല്ലെന്ന് പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും കഴിക്കാം, പക്ഷെ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കഴിക്കുക. ഞാൻ ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കഴിച്ചിരുന്നത്. അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റിയും അതിന്റെ ടൈമിനനുസരിച്ച് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ചോറിന് പകരം അതാണ് കഴിച്ചിരുന്നത്. ഇനി ഡേ 3യിൽ ഞാൻ ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ നട്ട്സും ബദാമും വാൾനട്ട്, ഹേസൽനട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അമ്മ അവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കട്ട്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബീഫ്, പൊട്ടാറ്റോ, ഓണിയൻ ഇങ്ങനെയൊക്കെയുള്ള മീൻ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സോ അതാണ് യൂസ് ചെയ്തത്. അത് ഡീപ് ഫ്രൈഡ് കട്ട്ലറ്റ് അല്ല, അത് ഡ്രൈ ഫ്രൈ അല്ലെന്ന് എന്താ പറയാ, ഓയിൽ കുറച്ച് ഒഴിച്ചേച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അതുകൊണ്ട് ഓയിൽ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന കുഴപ്പമില്ല. ഒരു 2 or 3 ഞാൻ 2 ഉണ്ടാകുന്നത്. സോ നമ്മുടെ വയറപ്പം തന്നെ കുറച്ചും കൂടെ ഫില്ലാകും. പിന്നെ ഞാൻ രാവിലെ എത്ര മണിക്കാണ്, 9:45 കഴിച്ചത്. സോ ഞാൻ 7 മണിക്കാണ് ഡിന്നറിന്റെ ടൈം വെച്ചിരുന്നത്. സോ ഞാൻ ഒരു 6:45 ആയപ്പോഴേക്ക് ഒരു ഏത്തക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമാണ് കഴിച്ചത്. അപ്പം തന്നെ നമ്മുടെ ഒരു ഡേ ഫുൾ കംപ്ലീറ്റ് ആയി. കഴിക്കുന്നതിന്റെ ഒരു ഡേ ഫുൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിന്റെ ഒരു ഡേ ഫുൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞേച്ച് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഓറഞ്ച് ജ്യൂസ്. നമുക്ക് ചിലപ്പം വിശക്കാം, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും എടുക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങും. അന്നേരം ഞാൻ പറയുന്നത് നിങ്ങൾ കഴിക്കുക, ഒന്നെങ്കിൽ ജ്യൂസ് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, കഴിക്കുന്നതിനേക്കാളും ജ്യൂസ് വാട്ടർ കണ്ടന്റ് ആയിട്ട് കുടിക്കുക. അപ്പം പാല് ഷുഗർ ഇടാതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു കപ്പ് മിൽക്ക് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ തോട്ട്. അല്ലെങ്കിൽ വെള്ളം നല്ലപോലെ കുടിക്കുക എന്ന് വെച്ചിട്ട് ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ ടാങ്ക്, രസ്ന അങ്ങനെ കലക്കി കുടിക്കുക, ട്രോപ്പിക്കാനോ അങ്ങനെയൊന്നും കുടിക്കരുത്. ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് എന്തുവാണെങ്കിലും കുടിച്ചോളൂ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ബോഡിയിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് നല്ലപോലെ സ്ലിം ആകും, നമുക്ക് ഫീൽ ആകും. അപ്പം ഡേ 2 ഞാൻ സെയിം ചിക്കൻ ഇച്ചിരി ഫ്രൈ ചെയ്താണ് കഴിച്ചത്. ഞാൻ അന്ന് മെയിൻ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചത്.
സെയിം ഞാൻ ജ്യൂസും കുടിച്ചു. അപ്പം ഇതായിരുന്നു എൻ്റെ 2 days ഓഫ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എനിക്ക് ഡേ 2 ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. ഡേ 2 രാവിലത്തെ ഫുഡ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പിന്നെ അതിന് കസിൻസ് ഉണ്ടായിരുന്നു, ഞാനും ബിസി ആയിരുന്നു. സോ ഞാൻ ഓർത്തു ഡേ 1 മാത്രം ഫുള്ളി കാണിക്കാം. ഡേ 1 കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫുൾ ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ഡയറ്റ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം പലർക്കും അറിയില്ല ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് എടുക്കേണ്ടത്. ചിലർ കാണിച്ചാലും നമുക്ക് മനസ്സിലാകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾക്കിപ്പം ഇത് തന്നെ മേടിക്കണമെന്നില്ല കേട്ടോ. ഇത് എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാണ്. ഇത് റിയൽ ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. ഇതിൽ അവർക്കിപ്പം ഫ്രൂട്ട് ആൻഡ് നട്ട് ഉണ്ട്, പിന്നെ അതിന്റെ ഫ്ലേവേഴ്സ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വായിക്കാമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, റിയൽ ഫ്രൂട്ട്സ് ഉണ്ട്, മുസ്ലിം തന്നെയുള്ള ഒരെണ്ണമുണ്ട്, പിന്നെ ഡയറ്റ് ഫ്ലേവർ ഉള്ളതുണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. ഓക്കെ ഞാൻ വായിക്കാം. റിയൽ ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട് ആൻഡ് നട്ട് ഉണ്ട്, നട്ടി ഡിലൈറ്റ് ഉണ്ട്, ഡയറ്റ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. ഇത്രയും ഫ്ലേവേഴ്സ് ആണ് അവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്ലേവർ നിങ്ങൾക്ക് ഓക്കെ, എനിക്കിത് ഓക്കെ ആകുമെന്ന് തോന്നി മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇത് യോഗോട്ട് കൊണ്ട് തന്നെ തിന്നണമെന്നൊന്നും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് പാലിന്റെ കൂടെ ഇച്ചിരി ഹണിയൊക്കെ ഒഴിച്ച് കുടിച്ചാലും അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്ത് ഹണി കണ്ടന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹണി ആഡ് ചെയ്യണമെന്നില്ല. ഇത് ഒന്ന് കുതിർക്കുമ്പോൾ തന്നെ നമുക്ക് ആ മധുരം കിട്ടും. ഇതില് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചില്ലല്ലോ. ഇത് ആക്ച്വലി ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. ഞാനെല്ലാം ഒന്ന് എടുത്തോട്ടെ. ഇത് കണ്ടോ, ഓട്സ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, റേസിൻസ് ഉണ്ട്, റിയൽ ഫ്രൂട്ട്സിന്റെ അംശങ്ങളുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാക്കാണിത്. അപ്പം ഇത് ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഓട്സിന്റെ ഈ ഒരു സംഭവം തന്നെ എടുത്ത് തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് നേരമായിട്ട് ആ ഓട്സ് എടുത്ത് തിന്നുന്നുണ്ട്. അപ്പം ഓട്സ് ഒക്കെ ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. സോ അത്രയും ഇത് തന്നെ മതി നിങ്ങൾക്ക് കഴിക്കാനായിട്ട്. ഞാൻ ഇന്ന് രാവിലെയും ഇത് തന്നെയാണ് കഴിച്ചത്. ഇപ്പം യോഗോട്ടിന്റെ ഫ്ലേവേഴ്സ് മാറ്റാം കേട്ടോ. പ്ലെയിൻ യോഗോട്ട് ഇഷ്ടമുള്ളവർക്ക് പ്ലെയിൻ യോഗോട്ട് യൂസ് ചെയ്യാം. എന്താ പറയുക, ഫ്ലേവേർഡ് യോഗോട്ട് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനമാണോ അത് ഇതിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിക്കാം. പക്ഷെ വെള്ളം കൂടി കഴിക്കുക. പാലും യോഗോട്ടും ആണ് ഞാൻ പറയുന്നത്. പാലും യോഗോട്ടും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ അമ്മ ഇതൊന്ന് ട്രൈ ചെയ്തു. അമ്മയത് ട്രൈ ചെയ്തത് പാലും പഞ്ചസാരയും കൂടെ കൂട്ടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ്. സോ ഷുഗർ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഇതിനകത്തെ ഷുഗർ കണ്ടന്റ് പോരാതെ ആൾ കുറച്ചും കൂടെ ഷുഗർ ഇട്ടാണ് കഴിച്ചത്. അത് ആക്ച്വലി ഡയറ്റിൽ പെടുന്നതല്ല. അപ്പം ഈ സംഭവം ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഞാൻ സംഗീത ആൻഡ് ലിയോ എന്ന് പറയുന്ന അതിനകത്ത് പുള്ളിക്കാരി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനകത്ത് കാണിച്ച ഒരു സംഭവമാണ് ഇത്. അങ്ങനെ ഞാൻ കയറി വാങ്ങിച്ചാണ്. ഇതിപ്പം എത്രയാ, 1 kg പാക്ക് അല്ലാതെ എനിക്ക് തോന്നുന്നു 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്. 500 അല്ല, 600 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്. അത് ചെറുതാണ്. അതിന് ഇത്രയും പ്രൈസി അല്ല. ഈ പ്രൈസി പ്രശ്നമാണെങ്കിൽ ഇത്രയും പ്രൈസ് ഇല്ലാതെ ചെറുതും ഉണ്ട്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കും. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ആമസോണിൽ കയറി പൈസ കൊടുത്ത് തപ്പിപ്പിടിച്ച് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കെലോഗ്സിന്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് 500 ഗ്രാമിന് പോലും ഇതിനേക്കാളും പ്രൈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് പ്രൈസ് ഇച്ചിരി കുറവാണെങ്കിലും 1 kg ഈ പ്രൈസ് കിട്ടുവാണെങ്കിൽ സൂപ്പർബാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ഒരു ദിവസത്തെ എൻ്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമന്റ്. നിങ്ങൾക്ക് കൂടുതൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. പിന്നെ ഈ നമ്മളിപ്പം 861 സബിലാണ് വന്ന് നിൽക്കുന്നത്. സോ ഇനി കുറച്ചും കൂടെ
ഏകദേശം ഒരു അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 1K എത്താൻ പറ്റും. അങ്ങനെ എത്തട്ടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. ഇത് തന്നെ എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച